നമസ്കാരം. പ്രധാന വാർത്തകൾ വിശദമായി. മാർച്ച് പകുതി പിന്നിട്ടതോടെ നാടും നഗരവും ചുട്ടുപൊള്ളുന്നു. നഗരത്തിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയർന്നു. 4000 വർഷത്തിനിടയിൽ അനുഭവപ്പെട്ട ഏറ്റവും കൂടിയ താപനിലയ്ക്കാണ് ഭൂമി സാക്ഷ്യം വഹിക്കുന്നത്. ഓരോ വർഷം ചെല്ലുന്തോറും ആഗോള താപനില ഉയരുകയാണ്. സമശീതോഷ്ണ സ്ഥിതി അനുഭവപ്പെട്ടിരുന്ന നമ്മുടെ നാട്ടിലും ഇപ്പോൾ ചൂട് വർദ്ധിക്കുകയാണ്. ഇടയ്ക്ക് പെയ്യുന്ന വേനൽ മഴയ്ക്കും താപം ശമിപ്പിക്കാനാവുന്നില്ല. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും ടാറിട്ട റോഡുകളും വർദ്ധിച്ചതും പ്രകൃതിദത്തമായ തണ്ണീർ തടാകങ്ങൾ നശിപ്പിച്ചതുമാണ് താപനില കൂടാൻ പ്രധാന കാരണമാകുന്നത്. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും അന്തരീക്ഷത്തിൽ ഉയരുന്ന പൊടിപടലങ്ങളും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യവുമാണ് ചൂട് കൂടാനുള്ള മറ്റൊരു കാരണം. മീനമാസമായതോടെ വെയിലിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. നഗരങ്ങളിൽ വൈകുന്നേരം കാണുന്ന മഴമേഘങ്ങളും ചൂട് വർദ്ധിപ്പിക്കുന്നു. വേനൽക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംരക്ഷണമാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലമാണ് വേനൽക്കാലം. ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം, വയറിളക്കം, ഛർദി, ടൈഫോയിഡ്, ചെങ്കണ്ണ് എന്നിവയാണ് വേനൽക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചീകരണത്തിനും മുന്തിയ പരിഗണനകൾ നൽകണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചൂട് വർദ്ധിച്ചതോടെ ശീതളപാനീയങ്ങളുടെ വിൽപ്പനയും വർദ്ധിച്ചിട്ടുണ്ട്. കുമ്മട്ടിയും പൊട്ടിവെള്ളരിയുമാണ് വേനൽക്കാലത്തെ ഏറ്റവും ആരോഗ്യപ്രദമായ ശീതളപാനീയങ്ങൾ. കരിക്കിന്റെ വിൽപ്പനയും വർദ്ധിച്ചിട്ടുണ്ട്. 2025ഓടെ ചൂടിങ്ങനെ വർദ്ധിച്ചാൽ കുടിവെള്ളം പോലും കിട്ടാക്കനിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പള്ളുരുത്തി പള്ളിച്ചാൽ റോഡിന്റെ പേരുമാറ്റി പുതിയ ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. കൊച്ചി നഗരസഭയിലെ റോഡുകൾക്ക് നിയമം ലംഘിച്ച് പേരുകൾ ഇടുന്നതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. തോപ്പുംപടി 11ാം ഡിവിഷനിൽ 75 വർഷം പഴക്കമുള്ളതും കൊച്ചിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതുമായ പള്ളിച്ചാൽ റോഡിന്റെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട പരാതിയാണ് ഹൈക്കോടതി ജഡ്ജി കെ സുരേന്ദ്രമോഹൻ ഫയലിൽ സ്വീകരിച്ചത്. പള്ളിച്ചാൽ സ്വദേശികളായ സുധീർ കെ ഗോപാലൻ, CD തോമസ് എന്നിവരാണ് ഹർജി നൽകിയത്. രാജഭരണകാലത്ത് കൊച്ചി മഹാരാജാവിന്റെ പള്ളിയോടം കടന്നുവരാനാണ് പള്ളിച്ചാൽ നിർമ്മിച്ചത്. 75 വർഷങ്ങൾക്ക് മുൻപ് മട്ടാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് ഇതിന് സമാന്തരമായി പള്ളിച്ചാൽ റോഡ് നിർമ്മിച്ചത്. സർക്കാർ രേഖകളിലും നഗരസഭാ രേഖകളിലും പള്ളിച്ചാൽ റോഡ് എന്ന് അറിയപ്പെടുന്ന ഈ റോഡിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും മധ്യത്തിലും VS കൃഷ്ണൻ ഭാഗവതർ എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് നഗരസഭാ കൗൺസിലിന്റെയോ ഡിവിഷൻ കൗൺസിലറുടെയോ അറിവോടെയല്ലെന്ന് ഡിവിഷൻ കൗൺസിലർ സെലിൻ പീറ്റർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൗൺസിലറും ഒരു വിഭാഗം നാട്ടുകാരും മേയർക്കും ബന്ധപ്പെട്ട നഗരസഭാ അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതിനാലാണ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് PK ഇബ്രാഹിം മുഖേന ഹർജി നൽകിയതെന്ന് സുധീർ കെ ഗോപാലനും CD തോമസും പറഞ്ഞു. എന്നാൽ കൃഷ്ണൻ ഭാഗവതർ റോഡെന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നതെന്നും പുതിയ ബോർഡ് നീക്കം ചെയ്യാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തോപ്പുംപടിയിലെ ഒരു VT ലോറൻസും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നഗരസഭയുടെ നിലപാടറിയാൻ കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. പേരി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് MN താച്ചോ ജംഗ്ഷനിൽ അവസാനിക്കുന്ന പള്ളിച്ചാൽ റോഡിൽ പുതിയ ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ഒരു അറിവുമില്ലെന്ന് നഗരസഭ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ സോഹൻ പറഞ്ഞു. കലയ്ക്കും സംഗീതത്തിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യസ്നേഹിയായ എഴുത്തുകാരൻ M. ഇക്ബാലിന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സ്മരണാഞ്ജലി അർപ്പിച്ചു. അനുസ്മരണ സമ്മേളനം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശുദ്ധ സംഗീതത്തിനും ചരിത്ര അന്വേഷണത്തിനും വേണ്ടി മാറ്റിവെച്ച കൊച്ചിയുടെ സ്വന്തം M. ഇക്ബാലിനെ അനുസ്മരിക്കാനാണ് ചുള്ളിക്കൽ ടിപ് ടോപ്പ് അസീസ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. M. ഇക്ബാൽ കലാ സാംസ്കാരിക അക്കാദമി സംഘടിപ്പിച്ച ഇക്ബാൽ അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സമിതി അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന പ്രസിഡന്റ് M. സ്വരാജ് ഇക്ബാൽ സ്മാരക പ്രഭാഷണം നടത്തി. പ്രബുദ്ധ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന വിഷയമാണ് സ്വരാജ് തന്റെ പ്രഭാഷണത്തിന് ആധാരമാക്കിയത്. അക്കാദമി പ്രസിഡന്റ് PS ഗിരീഷ് അധ്യക്ഷനായി. NK ലത്തീഫ്, ജോൺ ഫെർണാണ്ടസ്, KJ ആന്റണി, TS മുരളി, റോഷൻ ചാക്കോ എന്നിവർ സംസാരിച്ചു. അക്കാദമി സെക്രട്ടറി MA അബൂബക്കർ സ്വാഗതവും കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് നന്ദിയും പറഞ്ഞു. അദ്ദേഹത്തോട് അടുത്ത് പ്രവർത്തിച്ച ആളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ജനങ്ങളാകുകയും അദ്ദേഹത്തിന് നൽകുന്ന ഒരു ഓർമ്മ പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിക്കൽ വാസ്തവത്തിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു സംഗീത രംഗത്ത് പ്രവർത്തിച്ച ഒരാളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ അവർക്ക് എത്രത്തോളം അവരുടെ മനസ്സിൽ സ്ഥാനമുണ്ട്, എത്രത്തോളം ഇഴചേർന്ന് പോയി എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി കഴിയുന്നതാണ്. മട്ടാഞ്ചേരി ജൂ ടൗണിൽ പുനർനിർമ്മിച്ച CTTU ശാഖാ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. CTTU പ്രസിഡന്റ് അജയ് തറയിൽ ശാഖാ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയൻ ജൂ ടൗൺ ശാഖാ മന്ദിരം CTTU പ്രസിഡന്റ് അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് K. ഉബൈദ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി VH ഷിഹാബുദ്ദീൻ, CTTU വൈസ് പ്രസിഡന്റ് PS ആഷിഖ്, നഗരസഭാ കൗൺസിലർമാരായ BA റജുല, MHM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഏതാണ്ട് 60 വർഷക്കാലത്തെ മുമ്പുള്ള ഒരവസ്ഥ നമുക്ക് ചരിത്രങ്ങളിൽ കൂടി തന്നെ മനസ്സിലാക്കാവുന്നതും മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്.
അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യമില്ലായ്മയുടെ കാലഘട്ടത്തിൽ, യാതനകളുടെ കാലഘട്ടത്തിലാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ബൈബിളിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് കുമ്പിൾത്തടിയിൽ കവിത രചിക്കുന്ന മുണ്ടംവേലി സ്വദേശി റാഫി യേശുവിന്റെ പീഡാനുഭവ കാലത്തെ 14 ശില്പങ്ങൾ മരത്തടിയിൽ പൂർത്തിയാക്കി. നോമ്പുകാലത്താണ് യേശുദേവന്റെ പീഡാനുഭവ കാലത്തിന്റെ 14 ശില്പങ്ങൾ കൊച്ചിയിലെ പ്രശസ്തനായ ശില്പി റാഫി പൂർത്തിയാക്കിയത്. യൂദാസ് യേശുദേവനെ ഒറ്റിക്കൊടുത്ത ശേഷം യഹൂദർ പിടികൂടി ചാട്ടവാറനടിച്ച് ഗാഗുൽത്ത മലയിലേക്ക് കൊണ്ടുപോയി കുരിശിൽ തറക്കുന്നതും ഒടുക്കം മാതാവിന്റെ മടിയിൽ കിടക്കുന്നതുവരെയുള്ള 14 ചരിത്ര സംഭവങ്ങളാണ് റാഫി മരത്തിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. ശില്പനിർമ്മാണത്തിൽ ഒരു പരിശീലനവും ലഭിച്ചിട്ടില്ലാത്ത ഈ ശില്പി ഇതിനകം 2500ഓളം ശില്പങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ബൈബിളിലെ പുതിയ നിയമത്തെ ആധാരമാക്കിയാണ് ഭൂരിഭാഗവും ശില്പങ്ങൾ തീർത്തിരിക്കുന്നത്. കേരളത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി ദേവാലയങ്ങളിൽ റാഫിയുടെ ശില്പങ്ങളുണ്ട്. അനാട്ടമിയിലുള്ള സൂക്ഷ്മതയും ചിത്രങ്ങളിലെ മിഴിവുമാണ് ഈ ശില്പിയെ വ്യത്യസ്തനാക്കുന്നത്. കുരിശിന്റെ വഴിയിൽ അവതരിപ്പിക്കുന്ന 14 ചരിത്ര സംഭവങ്ങളും ഏറ്റവും മിഴിവോടെ സൃഷ്ടിക്കാൻ തനിക്ക് ഇപ്പോഴാണ് കഴിഞ്ഞതെന്ന ആത്മസംതൃപ്തിയിലാണ് റാഫേൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭരണങ്ങാനത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ക്ലേ മോഡലിംഗിന് 1ാം സ്ഥാനം ലഭിച്ചെങ്കിലും ആരും ഈ കലാകാരനെ തിരിച്ചറിഞ്ഞില്ല. പഠനത്തിന് ശേഷം അപ്പനോടൊപ്പം മരപ്പണി പഠിക്കാൻ പോയെങ്കിലും സ്റ്റൂളും കസേരകളും ജനലുകളും പണിയുന്നതിനിടയിലും മരത്തിനുള്ളിൽ അജ്ഞാതമായിരിക്കുന്ന ശില്പങ്ങളെക്കുറിച്ചാണ് റാഫി ചിന്തിച്ചത്. ഒരിക്കൽ മനസ്സിലേക്കെത്തിയ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തെ തന്റെ മുന്നിലിരുന്ന മരത്തടിയിൽ കണ്ടെത്തിയതോടെയാണ് റാഫിയിലെ ശില്പി ജനിക്കുന്നത്. ഈ ശില്പം അന്ന് പലരിലും അത്ഭുതമാണ് ഉളവാക്കിയത്. പിന്നീട് കസേരയും മേശയും പണിയുന്ന ജോലിയിൽ നിന്ന് വിടുതൽ നേടി ശില്പരചനയിലേക്ക് തിരിയുകയായിരുന്നു ഈ കലാകാരൻ. ഇന്ന് ബൈബിളിനെ അടിസ്ഥാനമാക്കി ശില്പരചന തുടരുന്ന റാഫിയുടെ ഏറ്റവും പുതിയ രചനയായ കാൽവരിയിലെ ഈ 14 ശില്പങ്ങളും തൃശൂർ ചൗക്കയിലുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സ്ഥാപിക്കാനാണ് കൊണ്ടുപോകുന്നത്. ശില്പരചനയിൽ ഇതുവരെ സംസ്ഥാന തലത്തിൽ ഒരു അംഗീകാരവും ലഭിച്ചിട്ടില്ലാത്ത റാഫിക്ക് പശ്ചിമ കൊച്ചി കൾച്ചറൽ സെന്റർ മാത്രമാണ് അവാർഡ് നൽകി ആദരിച്ചത്. അന്നത്തെ കളക്ടർ മുഹമ്മദ് ഹനീഫ് പുരസ്കാരം നൽകി റാഫിയെ ആദരിച്ചു. അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് റാഫിയെ പൊന്നാട ചാർത്തിയും ആദരിച്ചു. കേരളത്തിലെ ശില്പകലാരംഗത്തൊന്നും കാര്യമായ ശ്രദ്ധ നേടിയിട്ടില്ലാത്ത ഈ കലാകാരൻ മുണ്ടംവേലിയിലെ തന്റെ പണിശാലയിലിരുന്ന് നിരന്തരമായി കുമ്പിൾ എന്ന മരത്തടിയിൽ ഇപ്പോഴും ശില്പങ്ങൾ മെനയുകയാണ്. റാഫിയുടെ കഴിവ് കേട്ടറിഞ്ഞ CPM പ്രവർത്തകർ റാഫിയെ കൊണ്ടാണ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് AP വർക്കിയുടെ ശില്പം തീർത്തത്. CPM മുണ്ടംവേലി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഈ ശില്പമുള്ളത്. ശില്പരചനയിൽ പരിശീലനമൊന്നും നേടാത്ത ജന്മസിദ്ധമായ കഴിവ് മാത്രം കൈമുതലാക്കിയ ഈ ശില്പി തന്റെ കൊച്ചു കടമുറിയിലിരുന്ന് ഇപ്പോഴും ശില്പരചന തുടരുകയാണ്. തൃശ്ശൂരിനടുത്ത് ചൗക്കപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ള അതിലേക്ക് കൊടുക്കാനുള്ള കുരിശിൻ്റെ രൂപങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ കുരിശ് രൂപമാണെന്നുണ്ടെങ്കിലും നമ്മൾ തങ്ങൾനഗറിലുള്ള ഒരു പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈസ്റ്ററായിട്ടുള്ള ആ ഒരു രീതിക്കുള്ള വർക്കുകൾ ഇപ്പം നമ്മളിപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ഈ അടുത്ത ആഴ്ചക്ക് കൊടുക്കാവുന്ന രീതിക്കുള്ള വർക്കുകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി വർക്കുകളുണ്ടായിരുന്നു. എന്നാലും ഇതെല്ലാം മാറ്റി വെച്ചിട്ടും നമ്മൾ ഈ ഈസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയധികം സഹനം സഹിച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയായതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുരിശിൻ്റെ വഴികളാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കുരിശിൻ്റെ രൂപങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മാർച്ച് പകുതി പിന്നിട്ടതോടെ നാടും നഗരവും ചുട്ടുപൊള്ളുന്നു. നഗരത്തിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയർന്നു. കലയ്ക്കും സംഗീതത്തിനുമായി ജീവിതമൊഴിഞ്ഞുവെച്ച മനുഷ്യസ്നേഹിയായ എഴുത്തുകാരൻ M. ഇക്ബാലിന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സ്മരണാഞ്ജലി അർപ്പിച്ചു. ബൈബിളിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് കുമ്പിൾത്തടിയിൽ കവിത രചിക്കുന്ന മുണ്ടംവേലി സ്വദേശി റാഫി യേശുവിന്റെ പീഡാനുഭവ കാലത്തെ 14 ശില്പങ്ങൾ മരത്തടിയിൽ പൂർത്തിയാക്കി. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.